കണ്ണുകൾ ചൂർന്നെടുത്തു. ദേഹത്ത് ഇഞ്ചിഞ്ചായി മുറിവുകൾ ഏൽപ്പിച്ചു. ഇസ്ലാം മതം സ്വീകരിക്കാനായി അയാളോട് ഔറംഗസേബ് ആക്രോശിച്ചു. ദേഹത്തു നിന്നും ചുടുരക്തം ഇറ്റിറ്റു വീഴുമ്പോഴും സ്വരാജ്യത്തിനും ഹൈന്ദവർക്കുമൊപ്പമെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ കാരിരുമ്പുകൾ കണക്കെയാണ് ഔറംഗസേബിന്റെ ചെവികളിൽ വീണത്. മുഗൾ സാമ്രാജ്യത്തിന്റെ കോട്ടകളിൽ ആ ശബ്ദം ആനടിച്ചു. മുഗൾ സാമ്രാജ്യത്തിന്റെ വേരുകളിളക്കിയ ആ വീരപൗരുഷത്തിന്റെ പേരാണ് ഛത്രപതി സംഭാജി മഹാരാജ്. ഛത്രപതി ശിവാജി മഹാരാജിന്റെ വീരപുത്രൻ. കൊടുമ്പിരി കൊണ്ട മതവെറിയിൽ ഒറ്റുകാരനാൽ ചതിക്കപ്പെട്ട് തടവിലാക്കപ്പെട്ടപ്പോഴും ചോരാത്ത ഹൈന്ദവ വീര്യം. ഔറംഗസേബിനെ അടിമുടി വിറപ്പിച്ച വീരപുരുഷൻ വീണ്ടും വാർത്തകളിൽ ഇടം നേടിയത് മഹാരാഷ്ട്ര സർക്കാരിന്റെ സുപ്രധാന തീരുമാനത്തിലൂടെയായിരുന്നു. സംഭാജിയെ വധിക്കാൻ നിർദ്ദേശം നൽകിയ ഔറംഗസേബാണ് നഗരത്തിന് ഔറംഗാബാദ് എന്ന പേര് നൽകിയത്. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ഔറംഗാബാദിന്റെ പേര് ഛത്രപതി സംഭാജി നഗർ എന്നതാക്കിയതോടെ സംഭാജി മഹാരാജിനെ വീണ്ടും പുതുതലമുറ അറിയാൻ തുടങ്ങി. ഇപ്പോൾ ലക്ഷ്മൺ ഉത്തേക്കറിന്റെ ചാവയിലൂടെ അദ്ദേഹം ജനഹൃദയങ്ങളിൽ വീണ്ടും കുടിയിരുത്തുന്നു. 1681 മുതൽ 1689 വരെ മറാത്ത രാജവംശത്തിന്റെ രാജാവായിരുന്നു സംഭാജി. ശിവാജിക്ക് ശേഷം ആ രാജവംശത്തിലെ രണ്ടാമത്തെ ഛത്രപതി സംഭാജിയുടെ കാലത്താണ് മുഗൾ രാജവംശവുമായുള്ള മറാത്തകളുടെ പോരാട്ടം ശക്തമായത്. ആ കഥയാണ് ഇപ്പോൾ ചാവയിലൂടെ നമുക്ക് മുന്നിൽ വരച്ചുവെക്കുന്നത്. ബോളിവുഡ് താരം വിക്കി കൗശലിനെ നായകനാക്കി ലക്ഷ്മൺ ഉത്തേക്കർ സംവിധാനം ചെയ്ത ചരിത്ര പ്രാധാന്യമുള്ള ചിത്രമാണ് ചാവ. സംഭാജിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയെടുത്ത ചിത്രം ഒരാഴ്ച പിന്നിടുമ്പോൾ തിയേറ്ററുകളിൽ തീ പടർത്തുകയാണ്. മികച്ച പ്രതികരണമാണ് സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്നും ബോക്സ് ഓഫീസിൽ നിന്നും ലഭിക്കുന്നത്. ഒരാഴ്ച പിന്നിടുമ്പോൾ 200 കോടിയിലേക്ക് കടന്നിരിക്കുകയാണ് ചാവയുടെ കളക്ഷൻ. വിദേശത്തു നിന്നും 30 കോടിയിലേറെ കളക്ഷൻ വാരിക്കൂട്ടിയതായാണ് വിവരം. സംഭാജി മഹാരാജാവിന്റെ പത്നിയായി പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കുകയാണ് രശ്മിക മന്ദാന. രശ്മികയ്ക്ക് പുറമെ അക്ഷയ് ഖന്ന, അശുതോഷ് റാണ, ദിവ്യ ദത്ത, നീൽ ഭൂപാലം എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്. മഡോക് ഫിലിംസിന്റെ ബാനറിൽ ദിനേശ് വിജയനാണ് ചിത്രം നിർമ്മിച്ചത്. ജനഹൃദയങ്ങളിൽ സംഭാജി മഹാരാജാവായി വിക്കി തിളങ്ങുമ്പോൾ തിയേറ്ററുകളിൽ അലയടിക്കുന്നത് ജയ് ഭവാനി, ജയ് ശിവാജി, ജയ് സംഭാജി എന്ന മുദ്രാവാക്യം മാത്രം.